തമിഴ്നാട് നിയമസഭയുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കർ JCD പ്രഭാകർ 2026 മെയ് 12 സഭാധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ഔദ്യോഗിക കസേരയിലിരുന്ന് ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം സഭാ നടപടികൾക്ക് തുടക്കം കുറിച്ചത്. തമിഴ്നാട് നിയമസഭയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു സ്പീക്കർ ഇത്തരത്തിൽ ദൈവവചനങ്ങൾ ഉദ്ധരിച്ച് സഭയെ അഭിസംബോധന ചെയ്യുന്നത്. ஆராய்ந்து முடியாத பெரிய காரியங்களையும் எண்ணி முடியாத அதிசயங்கள் அவர் செய்கிறார். உனக்கு செய்யத்தக்க திராணி இருக்கிற போது செய்யத்தக்கவர்களுக்கு செய்யாமல் இராதே. நீ உன்னிடத்தில் அன்பு கூறுவது போல பிறனிடத்தில் அன்பு கூறு என்கின்ற அந்த வாசகங்கள் தான் என் நெஞ்சத்தை விட்டு அன்றாடம் நீங்காதிருக்கிறது. இன்றைக்கும் மாண்புமிகு முதல்வர் என்னை இந்த அரியாசனத்திலே அமர்த்தி இருக்கிற தமிழகமே விரும்பி ஏற்றிருக்கிற எதிர்காலத்தில் இந்திய துணை கண்டத்தையே வழிநடத்த இருக்கிற எங்களுடைய தளபதி முதலமைச்சர் அவர்களுக்கு என்னுடைய நன்றியை நான் தெரிவித்துக் கொள்கிறேன். ക്രൈസ്തവ വിശ്വാസിയും സുവിശേഷ പ്രവർത്തകനുമായ പ്രഭാകർ തന്റെ പ്രസംഗത്തിനിടെ ബൈബിളിലെ 3 പ്രധാന വചനങ്ങൾ ഉദ്ധരിച്ചു. ജോബിന്റെ പുസ്തകത്തിലെ 9-ാം അധ്യായം 10-ാം വാക്യമായ ദുർന്യായമായ മഹാകൃത്യങ്ങളും എണ്ണമറ്റ അത്ഭുതങ്ങളും അവിടുന്ന് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം സുഭാഷിതങ്ങളിലെ 3-ാം അധ്യായം 27-ാം വാക്യമായ നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് എന്ന വചനവും, ഒപ്പം മർക്കോസിന്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായം 31-ാം വാക്യമായ 2-ാമത്തെ കൽപ്പന നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല എന്നീ വചനങ്ങളാണ് സ്പീക്കർ JCD പ്രഭാകർ വായിച്ചത്. തന്റെ ജീവിതത്തെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും നയിക്കുന്നത് ഈ വചനങ്ങളാണെന്നും ഇവ ഒരു നിമിഷം പോലും തന്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. 2004 മുതൽ തമിഴ്നാട്ടിലുടനീളം ബൈബിൾ വിതരണം ചെയ്യുന്നതിനായി അദ്ദേഹം നടത്തിവരുന്ന മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം അനുസ്മരിച്ചു. 1980കളിൽ രാഷ്ട്രീയം ആരംഭിച്ച JCD പ്രഭാകർ തമിഴ്നാട്ടിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. പതിറ്റാണ്ടുകളോളം AIADMK പാർട്ടിയുടെ ഭാഗമായിരുന്ന അദ്ദേഹം 2026 ജനുവരിയിലാണ് വിജയ് നയിക്കുന്ന TVKയിൽ ചേർന്നത്. പാർട്ടിയുടെ നയരൂപീകരണത്തിലും തെരഞ്ഞെടുപ്പ് വിജയത്തിലും നിർണായക പങ്കുവഹിച്ച നേതാവ് കൂടിയാണ് അദ്ദേഹം. തമിഴക വെട്രികഴകം അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ ജോസഫ് വിജയാണ് JCD പ്രഭാകറിന്റെ പേര് സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. പ്രതിപക്ഷ നിരയിൽ നിന്നടക്കം ആരും എതിർപ്പ് പ്രകടിപ്പിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള പ്രഭാകർ ഭരണമാറ്റത്തിന് പിന്നാലെ TVK സർക്കാരിന്റെ സുപ്രധാന പദവിയിലേക്ക് എത്തുകയായിരുന്നു.